നിങ്ങൾക്ക് ഖുർആനിനോടുള്ള ബന്ധം? ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചോക്കെ. തഖ്ബീറുൽ ഇഖ്വാൻ മിൻ തർജമത്തുൽ ഖുർആൻ. ഖുർആൻ പഠിക്കുന്നതിന് പൊതുജനങ്ങളെ, സാധാരണക്കാരെ തടുക്കുകയാണ്. അതിനെ പരിഭാഷപ്പെടുത്തുന്നത് എന്തെടുക്കുക അല്ലേ? എന്താ അവസ്ഥ? നിങ്ങളുടെ കള്ളത്തരം ലോകത്ത് വെളിവാവും. നമ്മൾ വിചാരിക്കൽ എന്താ? ഞാൻ നിങ്ങളോട് പറയുന്നു തോന്നുന്നു, ഈ ബംഗാളികൾ ഇവിടെ വരുന്ന പാവങ്ങള്, അവരുടെ പരിശുദ്ധ തങ്ങളെ കൂട്ടത്തിൽ ഒരു മൊയ്ലിയാർക്കില്ല. ഏറ്റവും മുന്തിയ മൊയ്ലിയാമാർ വഞ്ചകരാ നിങ്ങള്, ചതിയന്മാരാ നിങ്ങള്, കിതാബുകൾ കണ്ടിട്ട് മൂടി വെച്ചവരെ. നിങ്ങൾക്ക് എന്താ നരകത്തെ കുറിച്ചൊരു പേടിയില്ലാത്തത്? എന്താണ് നരകത്തെ കുറിച്ചൊരു മൈക്രോ സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കാത്തത്? ഇത് ഗൗരവമായി പഠിക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾ നോക്കൂ, പരലോകത്തെ വിലാപം എന്താ? രാഷ്ട്രീയക്കാരെ പിന്തുടർന്നുള്ള വിലാപം എന്നല്ല, ഈ രാജ്യം ഭരിച്ചവരെ കുറിച്ചല്ല മത്സരയിലെ വിലാപം. അത് ദുനിയാവിൽ ഇറങ്ങുപോയി. അതൊന്നും അവര് നേരെ മറിച്ച് അവർ പറയുന്ന അറിയോ? ഞങ്ങൾ മൊയ്ലിയാരിതാ, മൊയ്ലിയാർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. അങ്ങനെ ആയിട്ടുണ്ട് ഖുർആനില്, അങ്ങനെ ആയിട്ടുണ്ട്. സാദാത്യങ്ങൾ, അത് നമ്മൾ ആരെ പറ്റി പറയല്? നരേന്ദ്രമോദിനെ പറ്റി സാദാത്യങ്ങൾ എന്ന് പറയലുണ്ടോ? ഉണ്ടോ? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് സാദാത്യങ്ങൾ നമ്മൾ പറയാറുണ്ടോ? AP സുന്നിയുടെ മുഴുവൻ ഓല കൂടെയാണല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ അവിടെയാണല്ലോ വോട്ട് ചെയ്ത് ഉറപ്പിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പരലോകത്ത് അവരെ പറ്റി പറയോ? ഇല്ലെന്നാ ഖുർആൻ പറയുന്നത്. മറിച്ച് ഖുർആൻ എന്താ പറയോ? നിങ്ങളിലെ മുന്തിയ സാദാത്യങ്ങളെയും തങ്ങന്മാരെ പറ്റി നിങ്ങൾ പറയുന്ന പരലോകത്തെത്തിയിട്ട് നിങ്ങളുടെ വിലാപം എന്താ? നിങ്ങളുടെ വിലാപം എന്താന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ആ വിലാപത്ത് പറയുന്നത് അറിയോ? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലുന യാ ലൈതനാ അതഅനാ വഅത